അയല മീൻ കൊണ്ടുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന വളരെ ഈസി ആയിട്ടുള്ള ഒരു മുളകിട്ട കറിയാണ് നമ്മുടെ ഇന്നത്തെ റെസിപ്പി. ഇന്ത്യൻ ക്ലാസിക് ഫ്യൂഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അയല മീൻ ഞാൻ നല്ലവണ്ണം കഴുകി ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് അരിഞ്ഞെടുത്തിട്ടുള്ള, അതായത് തൊലി കളഞ്ഞെടുത്ത് കഴുകിയെടുത്തിട്ടുള്ള ചെറിയ ഉള്ളി ഒരു 8-9 എണ്ണ ഇട്ട് കൊടുത്ത് അതിലേക്ക് ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കുരുമുളക് ഒരു 1/4 സ്പൂൺ, നല്ല എരിവുള്ള കുരുമുളകാണെങ്കിൽ അതിനനുസരിച്ച് വേണം ഇട്ട് കൊടുക്കാൻ. അടുത്തായിട്ട് ഇട്ട് കൊടുക്കുന്നത് കാശ്മീരി ചില്ലി പൗഡറാണ്. എരിവുള്ള മുളക് വേണമെങ്കിൽ അതിനനുസരിച്ച് അളവിൽ കുറച്ചാൽ മതി. ഞാൻ ഇത് കാശ്മീരി ചില്ലി പൗഡർ ആയതുകൊണ്ട് 2 സ്പൂൺ ഇട്ട് കൊടുക്കുകയാണ്. അടുത്തതായിട്ട് നമ്മൾ മുളക് പൊടി എടുത്ത് അതേ അളവിൽ തന്നെ മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് ഇതിലേക്ക് ആവശ്യാനുസരണമുള്ള ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇതുപോലെ നന്നായി അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമ്മൾ അരച്ചെടുത്തുകൊണ്ട് വന്ന അരപ്പ് നമ്മൾ കറി വയ്ക്കുന്ന ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വെള്ളവും കൂടി ചേർത്ത് നമുക്ക് കലക്കി എടുക്കാവുന്നതാണ്. ഇതുപോലെ അരപ്പും വെള്ളവും കൂടി ചേർത്ത് കലക്കിയെടുത്ത് ഈ അരപ്പ് നമുക്ക് ഗ്യാസ് സ്റ്റോപ്പിലേക്ക് മാറ്റാം. ഈ ഗ്രേവി തിളച്ച് വരുമ്പോഴാണ് നമ്മൾ മീനിട്ട് കൊടുക്കേണ്ടത്. കറി നന്നായി തിളച്ച് വരുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള കുടംപുളിയും ഇട്ട് നമ്മൾ വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന മീൻ പീസസും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി ഇത് കൊടുത്ത് നന്നായിട്ട് തിളച്ച് കുറുകി വരട്ടെ. നമുക്ക് ഗ്രേവി എത്രയാണ് വേണ്ടത് ആ ഒരു കൺസിസ്റ്റൻസിയിലെത്തുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. മീനിൻ്റെ ചുവയൊക്കെ ഇറങ്ങാനായിട്ട് നന്നായിട്ട് തിളയ്ക്കണം. കാരണം നന്നായിട്ട് തിളച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ ഫ്ലെയിം മീഡിയത്തിലോട്ട് മാറ്റി വേണം വറ്റിച്ചെടുക്കാൻ. ഏകദേശം ഒന്ന് ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഫ്ലേവറിനായിട്ട് ഒരു പച്ചമുളകും ലേശം കറിവേപ്പിലയും ഒരൽപ്പം വറുത്ത് പൊടിച്ച ഉലുവാപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് പതിയെ മിക്സ് ചെയ്യണം. മീൻ ഉടഞ്ഞു പോകാതെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് കുറച്ച് നേരം കൂടി ഒന്ന് വറ്റിച്ചെടുക്കാം. കാരണം ഇത് നല്ലവണ്ണം എണ്ണയൊക്കെ തെളിഞ്ഞ് അത്യാവശ്യം ഗ്രേവിയോട് കൂടിയൊക്കെ തന്നെ കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്ത് അടച്ചു വയ്ക്കാം. ഇത്രയേ ഉള്ളൂ. നമുക്കിനി തണുത്തതിന് ശേഷം ഇതിൻ്റെ കൺസിസ്റ്റൻസി നോക്കാം. ഞാൻ ഫിഷ് കറി ഉണ്ടാക്കിയതിൻ്റെ പിറ്റേ ദിവസം ഈ ഒരു രീതിയിലാണ് നമ്മുടെ ഫിഷ് കറി ഉള്ളത്. അപ്പോൾ ഇത് ഉണ്ടാക്കി അന്ന് കഴിക്കുന്നതിനെക്കാട്ടിലും ടേസ്റ്റിയാണ് നമ്മൾ പിറ്റേ ദിവസമൊക്കെ എടുക്കുമ്പോഴത്തേക്കും. അപ്പോൾ ഈ സിമ്പിളായിട്ടുള്ള ഫിഷ് കറി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു റെസിപ്പി ആയിട്ട് ഉടനെ കാണാം. വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.